രാമചന്ദ്രനാണ് ചിത്രം. വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ. സാറിന് നല്ല കാലം കഴിഞ്ഞു. ചക്രവർത്തിയാകാനുള്ള യോഗം ഉണ്ടായിരുന്നു. കൈകൈ അത് നഷ്ടപ്പെടുത്തിയില്ലേ? അതുപോലെ കൈ കിട്ടിയത് വായിലെത്തില്ല. ഇനി 14 കൊല്ലം പഴയ ജോലി ചെയ്യണം. യോഗ അതാ കാണുന്നു. എന്ത് പണിയാ ചെയ്തിരുന്നത്? പണി വല്ലതും അറിയാമായിരുന്നു ഈ MLA പണിക്ക് പോകുമായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ കൈനോട്ടമായിരുന്നു. കഴിഞ്ഞിട്ടോ? ഒരു രൂപയില്ല. ഇപ്പൊ ഇതേ ഉള്ളു വെച്ചേ നിവൃത്തി. ദരിദ്രവാസി പാലം കേക്കാൻ വന്നിക്കിടുന്നു. സാറേ ഒന്ന് നിന്നേ നിന്നേ നിന്നേ. ഞാനാ MLA സാറ് റിസൈൻ ചെയ്യാന്ന് കേട്ടു. യാർ சொன்னது? அப்படி ஒரு டிசிஷன் நான் எடுக்கலையே. ஆனால் நாடார் எடுத்தாச்சு. அப்படியா? எனக்கு இன்ஃபர்மேஷன் கிடைக்கவே இல்லையே. காலையில அவர் நிக்கர் போட்டு எண்ணெய் தேய்ச்சி நிக்கிறது பார்த்துட்டு தானே நான் வந்தேன். എങ്ങനെ അറിഞ്ഞു? സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു. എതുക്ക്? എടോ, തനിക്ക് ആ നാടാര് ഇടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് നാടാര് പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ. സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? പറയണോ? സത്യം പറയാം. ഞാനത് സ്വർണ്ണപ്പണിക്കാരൻ സ്മഗ്ലർ സുബ്ബയ്യ റെഡ്ഡിയാർക്ക് വിറ്റു. ജീപ്പിക്കാര് ഈ ഷാളും ഷർട്ടും ഊരിത്ത നാടാര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ വെക്കേ. നിക്കടാ, അടിക്കടാ സലോട്ട്. അങ്ങനെയല്ല, ശരിക്കടിക്കടാ. പദവി പോയ പട്ടിക്കും വേണ്ടാന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ. കേരള ജീപ്പില് ജീപ്പിൽ കയറുന്നതിന് മുമ്പ് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ? തമാശയാണെങ്കിൽ പറയാം. എന്റെ ഭാരത മാതാവേ, മാതാവേ, ഏതൊണക്ക പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ MLAക്ക് വന്നല്ലോ. ഇതാണോടെ തമാശ? ഇതാണ് തമാശ. ഇതാണോടെ തമാശ? ജീപ്പില് പോലീസുകാരോടെ തമാശ? നിന്നെ ഇടിച്ചിടിച്ച് മന്ത്രിയാക്കുന്നു. പണിക്കര് സാറോ? അകത്തോട്ടിരിക്കാം. സാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു. സൗകര്യമായിട്ട് ഒന്ന് കാണണമെന്നും വിചാരിച്ചിരുന്നതാ. അതെ, കോളേജിലെ വാദ്യാര് പണിയൊക്കെ നിർത്തി കുറച്ചു കാലം സ്വസ്ഥമായിരിക്കണം തോന്നി തുടങ്ങിയപ്പോ ഈ മലമ്പ്രദേശത്ത് വന്ന് ഇത്തിരി സ്ഥലം വാങ്ങിച്ചു കൂടി. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരെയും ബോധ്യപ്പെടുത്തണ്ടല്ലോ. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടായത്? ശരിയാണ്. ഒരു നാടാരാണ് ഇവിടുത്തെ രാജാവ്. വ്യക്തിത്വമില്ലാത്ത കുറെ മനുഷ്യരും സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവരെ എല്ലാം അടിമകളാക്കി വെച്ചിരിക്കുക. ഇവിടെ ചാർജ് എടുക്കും മുമ്പേ കേട്ടിട്ടുണ്ട് നാടാരെ പറ്റി. ആ, കുറെ പേരെ പലപ്പോഴായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ കൂട്ടി. പിന്നെ ആരോരുമില്ലാത്തവരും വഴിമുട്ടിയവരും വഴി പിഴച്ചവരുമായ കുറെ പെൺകുട്ടികൾ. അവർക്ക് തൊഴിൽ ചെയ്യാനും പാർക്കാനും ഒരിടം. അത്രയൊക്കെ ആയി. ഇനിയിപ്പോ ഒരു സ്കൂളും ഡിസ്പെൻസറിയും. അതിന്റെ കടലാസ് യുദ്ധം തുടങ്ങിയിട്ട് കാലം കുറയായി. ആ, ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതിനായി 5 ഏക്കർ സ്ഥലം നാട്ടുകാർ വിട്ടു തന്നതും അറിയാം. പക്ഷേ ഫണ്ടില്ലാന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നത്. സോറി സാർ. അതിനിപ്പോ ആശയ എന്തിനാ സോറി പറയുന്നത്? ആശയ ആയതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത്. കളക്ടർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ. തീർച്ചയായും സാർ. ഇതിനൊന്നല്ല, സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട്, എന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്. അത് മതി. അറിയാമോ ആശാമത്തിനെ കുറിച്ച്? ആ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാഡത്തെ പറ്റി മുത്തച്ഛൻ. മുത്തച്ഛനോ? ആ, ഇവള് മാത്രം എന്നെ അങ്ങനെ വിളിക്കുക, ഈ പാർവതിക്കുട്ടി. വെളിയിറങ്ങാൻ മേല കൂവലിന്റെ കാശ. എന്റെ ദൈവമേ, എന്തു പറ്റി? സൈക്കിൾ ചവിട്ടി തളർന്നോ? തളരാതെ എന്ത് ചെയ്യും സാറേ? ഇത്രയും നാൾ ഒരു പട്ടിയെ പോലെ കാലി നക്കി നടന്ന എന്നെ ഓർക്കപ്പുറത്തല്ലയോ നാടാര് തങ്ങിക്കളഞ്ഞത്? നടരാജന്റെ വേഷം മാറിയപ്പോ ഭാഷയും മാറി. ഇനിയിപ്പോ ആ വേഷവും ഭാഷയും കൊണ്ട് എന്ത് പ്രയോജനം? ഇടി കിട്ടിയതും മോഷണ കേസിൽ പ്രതിയായതും മിച്ചം. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനിയുള്ളതൊരു വലിയ പരിപാടിയാണ്. എല്ലാ വഴികളും അടഞ്ഞപ്പോ ഇവിടെ വന്ന് അഭയം തേടിയാലോ എന്ന് ആലോചിച്ചതാ. ഈ ചുറ്റുവട്ടത്ത് അടുപ്പിക്കാൻ കൊള്ളാത്തവനാണ് ഞാനെന്ന് പണിക്കർ സാറിന് അറിയാവുന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഞാൻ നാട്ടിലോട്ടൊന്ന് പോട്ടെ. അപ്പൊ നാടുണ്ടോ? പിന്നെ കുഴിത്തുറ. അവിടെ പോയി ഒരു കളി കളിച്ച് കുറച്ച് കാശുമായി ഞാൻ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കാം നാടാരാണോ നാടാര്, അല്ലെ നടരാജനാണോ നാടാരെന്ന്. അന്ന് പണിക്കര് സാറും സാറിന്റെ ആൾക്കാരും എന്നോടൊപ്പം ഉണ്ടാവണം. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, ആ, വരട്ടെ വരട്ടെ. ആ,
வணக்கம். சீக்கே, இவங்கெல்லாம் பணிக்கர் ஆசிரமத்துல இருக்கிறவங்க. ஆனா நம்ம எஸ்டேட்ல வேலை செய்யற பசங்க. எங்க இருந்தாலும் நமக்கு தான் ஓட்டு போடுவாங்க. அப்படியா? போற வழியில தான் சர்வோதய ஆசிரமம் இருக்கு. போகும்போது ஒரு பார்வை பார்த்துட்டு போயிடுவோம். சரி. வணக்கம் பணிக்கர். சௌக்கியமா? இவர் சி.கே. ராதாகிருஷ்ணன், நம்ம ஸ்டேட் எக்ஸைஸ் மினிஸ்டர். சி.கே. இவர் ரொம்ப பெரிய மனுஷன். இங்க டிஸ்பென்சரி ஸ்கூல் எல்லாம் வரணும்னு ரொம்ப ஆசைப்படுறாரு. நீ அதுக்கெல்லாம் கொஞ்சம் ஏற்பாடு பண்ணிட. அவருக்கு சொல்லிட்டேன். സർവോദയം പണിക്കരെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ചു. അനുഗ്രഹിക്കണം. സ്കൂളും ഡിസ്പെൻസറിയും എന്താണെന്ന് വെച്ചാൽ? സ്കൂളും ഡിസ്പെൻസറിയും എക്സൈസ് വകുപ്പിന്റെ കീഴിലല്ലല്ലോ. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി രാജമാണിക്യം നാടാർക്ക് ആവശ്യമുള്ള ഡിസ്റ്റിലറിയോ ബാറോ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുക. നാടാരെ, നമ്മളൊന്ന് സൂക്ഷിക്കുന്നതാ നല്ലത്. വലിയ ജനസമ്മതിയുള്ള ആളാണ് പണിക്കരെന്നല്ലേ? பணிக்கர் என்னையா பண்ணிடுவான்? நீ மீனாட்சிபுரத்துல நிக்கிறன்றதுக்காக யாரும் உனக்கு ஓட்டு போட்ட மாட்டாங்க. நாடாரோட ஆளுன்றதுக்காகத்தான் உனக்கு ஓட்டு போடுவாங்க. அதுதான் உன் யோகிதை. എന്റെ പൊന്നു നാടാരെ, ഈ പറയുന്നതൊക്കെ സത്യമാ. പക്ഷേ ഇതല്പം രാഷ്ട്രീയമായി കാണുന്നതാ ബുദ്ധി. ஓ அப்படியா? அப்ப என்ன செய்ய போற? നമുക്ക് ആലോചിക്കാം. വരൂ. ആ, പണിക്കര് സാറല്ലേ? ഉണ്ട്, ഇരിക്കൂ. ഇപ്പൊ വിളിക്കാം. ഇതാര്? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇരിക്കൂ. പണിക്കര് സാറിനെ കാണേണ്ട ആവശ്യം എനിക്കാണെങ്കിലോ? കൺഗ്രാറ്റുലേഷൻ സാർ. സ്കൂളും ഡിസ്പെൻസറിയും സാങ്ഷൻ ആയിരുന്നു. വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സംഗതികൾ വളരെ ഫാസ്റ്റാ. തറക്കല്ലിടാൻ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ വരുന്നു. ഇതൊക്കെ വെറും ഇലക്ഷൻ സ്റ്റണ്ട് ആയിരിക്കും മാഡം. ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിൽ ജനക്ഷേമ പദ്ധതികളൊന്നും അനുവദിക്കരുത് എന്നല്ല നിയമം. നിയമം മാർഗം തെറ്റാണെങ്കിലും ഗുണം കിട്ടുന്നത് ഈ ഗ്രാമത്തിനല്ലേ? നമുക്ക് സന്തോഷിക്കാം. അവസാനം ഓർമ്മക്കുറിപ്പ് പോലെ ഒരു ശിലാഫലകം മാത്രം അവശേഷിക്കും. നോ കമന്റ്സ്. ഒക്കെ രാഷ്ട്രീയം, ഫേറ്റ്. ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്യണം. ഉദ്ഘാടനം മന്ത്രി, അധ്യക്ഷനായി സാറായിരിക്കണമെന്ന് മിനിസ്റ്റർക്ക് നിർബന്ധം. ക്ഷണിക്കേണ്ടത് എന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി. സാറിന്റെ കൺകറൻസ് വേണ്ട മുത്തച്ഛ. ഇത്രയും കാലം മുത്തച്ഛൻ പാടുപെട്ടിട്ട് വോട്ട് തട്ടിയെടുക്കാൻ ഒരു മന്ത്രി. എന്തുമാവട്ടെ, എന്റെ പേര് വെച്ചോളൂ. ഞാൻ വരാം. വന്നിരിക്കും. അതിമനോഹരമായ ഈ ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂളും ആശുപത്രിയും സ്ഥാപിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു എന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നല്ലവരായ നാട്ടുകാർ അറിയണം. ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടായിട്ടും അസംബ്ലിയിൽ ഇക്കാര്യം ഞാൻ 1000 തവണ ആവർത്തിച്ച് വാദിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂളും ആശുപത്രിയും ഇവിടെ സ്ഥാപിതമായത് എന്നറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇതെന്റെ വകുപ്പല്ലെങ്കിൽ കൂടിയും നിങ്ങളിൽ ഏവരുടെയും എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം എന്ന അഭ്യർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. மீனாட்சிபுரம் மக்கள் அனைவருக்கும் என் மனமார்ந்த வணக்கங்கள். இந்த சந்தோஷமான நேரத்திலே இன்னொரு சந்தோஷமான விஷயத்தை சொல்ல ஆசைப்படுகிறேன். வரப்போகும் பை எலெக்ஷனிலே சி.கே. அவர்கள் இந்த தொகுதியிலே நிற்கிறார்.
எப்போதும் போல அவரை ஜெயிக்க வைக்க வேண்டியது உங்களுடைய கடமை. சீக்கே ஜெயிச்சால் அது நாடார் ஜெயிச்ச மாதிரி. நன்றி, வணக்கம். അടുത്തതായി സർവോദയ സംഘം പ്രസിഡന്റ് ശ്രീ ആർ കെ പണിക്കർ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതാണ്. പ്രസംഗത്തിൽ എനിക്ക് വിശ്വാസമില്ല. പ്രസംഗിക്കുന്നത് പ്രവർത്തിക്കാതിരിക്കുക, പ്രവർത്തിക്കാത്തത് പ്രസംഗിച്ച് നടക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ പ്രസംഗവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം. എങ്കിലും ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ആശുപത്രിയും സ്കൂളും നമുക്ക് അനുവദിച്ചു തന്നത് തന്റെ ശ്രമം കൊണ്ടാണെന്ന് മന്ത്രി അവകാശപ്പെടുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതേ മന്ത്രി ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഈ ചടങ്ങിൽ വലിഞ്ഞു കയറി വന്ന നാടാര് പറയുന്നു. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്കൂളും ആശുപത്രിയുമെല്ലാം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രാഷ്ട്രീയവും അധികാരവും ആവശ്യമില്ല എന്ന വിശ്വാസ പ്രമാണക്കാരനാണ് ഞാൻ. പക്ഷെ ഇപ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നാടാർന്നെത്തുന്ന കുറ്റിച്ചൂലുകൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാറാണ് പതിവ്. പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മുടെ നന്മയുടെ പ്രതിനിധിയായ ഒരാൾ സ്ഥാനാർത്ഥിയായി ഉണ്ടാവണം. ജയ് ഹിന്ദ്. എന്തായാലും നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല എന്നുറപ്പായി. ഓരോ ദിവസം കഴിയും തോറും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ നാടാരെ പോലുള്ള സാമൂഹ്യ ദ്രോഹികൾ അധികാരം കയ്യിലെടുക്കുകയാണ്. ഒരു തുറന്ന സമരത്തിന് നമ്മൾ ഇനിയും താമസിച്ചാൽ സ്കൂളിന് അനുവദിച്ച സ്ഥലത്ത് ഡിസ്റ്റിലറി വരും. നമ്മുടെ ഈ പുൽക്കുടിലുകൾ ചാരായ ഷാപ്പുകളായി മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിൽ ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കണം. ഞാൻ നിക്കറേ സാർ. അന്ത നാടാർക്ക് കെട്ടിവെച്ച പണം കിടക്ക പോറതില്ല. നമ്മുടെ പക്ഷത്ത് നിന്ന് ആര് നിന്നാലും ജയിക്കും. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയാനും അംഗീകരിപ്പിച്ചെടുക്കാനും പ്രാപ്തിയുള്ളവരായിരിക്കണം എന്ന് മാത്രം. നിങ്ങളൊക്കെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതി. പിന്നെ ആര് നിക്കണം സാർ? പണിക്കര് സാർ തന്നെ, അല്ലാതാരാ? പണിക്കര് സാർ, പണിക്കര് സാർ. ഞാനല്ല, ഞാൻ പ്രവർത്തിക്കേണ്ടത് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ സ്വപ്നം. തെരഞ്ഞെടുപ്പും പ്രസംഗവും ഒന്നും എന്റെ കർമ്മമണ്ഡലമല്ല. എങ്കിൽ ആര് നിക്കണം? സാറ് തന്നെ പറ. പറയാം. പാർവതി. അയ്യോ, പേടിക്കരുത്, ഞാനുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. ഈ ചുറ്റുപാടിനപ്പുറത്ത് വേറൊരു ലോകമുണ്ട്. അതറിഞ്ഞു വേണം നിങ്ങളൊക്കെ വളരാൻ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? പാർവതി അമ്മ!